Good evening, my dear students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോൾവൻസി റേഷ്യോസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ലോങ് ടേം സോൾവൻസി റേഷ്യോസ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് ദീപിക ലിമിറ്റഡ് കമ്പ്യൂട്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇക്വിറ്റി റേഷ്യോയുടെ വേറെ പേരാണ് എന്ത്? പ്രൊപ്രൈറ്ററി റേഷ്യോ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ പറയുന്നത് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി റേഷ്യോ. സെക്കൻഡ് വൺ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. തേർഡ് വൺ ഫണ്ടഡ് ഡെറ്റ് ടു ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ഫോർത്ത് വൺ ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് റേഷ്യോ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സോൾവൻസി റേഷ്യോ. Then next one fixed asset to proprietors fund ratio. Then last one fixed asset ratio. അപ്പോൾ ഇത്രയും സംഭവമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം എന്താണ്? സോൾവൻസി റേഷ്യോ ആണ് അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോസ് ആണ് അല്ലേ. അപ്പോൾ കമ്പനിയുടെ ലോങ് ടേം ഫിനാൻഷ്യൽ ലയബിലിറ്റി, ദാറ്റ് ഈസ് ലോങ് ടേം ലയബിലിറ്റി റീപേയ്മെൻറ്റ് കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ട്, സോൾവൻസി പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന റേഷ്യോസാണ് ഇതെല്ലാം. ഇനി എവിടെ നിന്നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫ്രം ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഓഫ് ദീപിക ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമുക്ക് രണ്ട് സൈഡ്സ് ഉണ്ടെന്ന് അറിയാം, ലയബിലിറ്റി സൈഡ്സ് ആൻഡ് അസറ്റ് സൈഡ്. ഇനി ലയബിലിറ്റി സൈഡിൽ എന്തെല്ലാം തന്നിട്ടുണ്ടെന്ന് നോക്കൂ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3 lakh rupees, 9% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,50,000, റിസർവ് ഫണ്ട് 50,000 ഉണ്ട്. Then profit and loss account 20,000 ഉണ്ട്. Share premium 10,000. Then 8% debentures 2 lakh rupees. Then 6% mortgage loan 60,000. Sundry creditors 80,000. Income tax provision 20,000 and depreciation fund 50,000. So ഇത്രയാണ് ലയബിലിറ്റി സൈഡിലുള്ള ഐറ്റംസ്. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 9,40,000. ഓക്കെ. ഇനി നെക്സ്റ്റ് അസറ്റ് സൈഡിൽ എന്തെല്ലാം തന്നിട്ടുണ്ട് നോക്കൂ. ഗുഡ് വിൽ 90,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1 lakh, പ്ലാന്റ് ആൻഡ് മെഷീനറി 2,50,000, എക്യുപ്മെൻറ്റ് 60,000, ദെൻ ഫർണിച്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് 80,000. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ സൺട്രി ഡെറ്റേഴ്സ് 92,000, ലെസ് പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് 2,000. സോ നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 90,000. ദെൻ ബിൽസ് റിസീവബിൾ 1 lakh rupees, സ്റ്റോക്ക് ഇൻ ഹാൻഡ് 1,20,000, ക്യാഷ് ബാലൻസ് 45,500, പ്രീപെയ്ഡ് ഇൻഷുറൻസ് 1,500, preliminary expenses 2,000. Then last one discount on issue of debentures 1,000 rupees. So total 9,40,000. സോ ഈ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഈ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് ഇത്രയും ഐറ്റംസ്, ഇത്രയും റേഷ്യോസ് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി റേഷ്യോ നോക്കാം. അപ്പോൾ അതിൽ നമുക്കറിയാം ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി റേഷ്യോയുടെ ഫോർമുല എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. പ്രൊപ്രൈറ്ററി റേഷ്യോയുടെ ഫോർമുല എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലൻസ് ഷീറ്റിൽ ഏതെല്ലാം ഐറ്റംസ് വരുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നെറ്റ് വർത്ത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നെറ്റ് വർത്ത് മീനിങ് ഈസ് സെയിം ആണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പറഞ്ഞത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. 9% പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ്. റിസർവ് ഫണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ്. ഷെയർ പ്രീമിയം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ്. അപ്പോൾ ഈ 1, 2, 3, 4, 5 ഐറ്റം, ഈ 5 ഐറ്റം എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. പക്ഷേ ഇതിൽ വേറൊരു 2 ഐറ്റമും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് പ്രിലിമിനറി എക്സ്പെൻസസും ഡിസ്കൗണ്ട് ആൻഡ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഈ 2 ഐറ്റം എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനുള്ളതാണ്, മൈനസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ എന്തെല്ലാം വരുന്നുണ്ട്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ് ഫണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഷെയർ പ്രീമിയം,
ഈ എമൗണ്ടിൽ നിന്നെല്ലാം നമ്മൾ മൈനസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ്? പ്രിലിമിനറി എക്സ്പെൻസസും ഡിസ്കൗണ്ട് ആൻഡ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഓക്കെ, അപ്പോൾ എമൗണ്ട് നോക്കൂ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയാണ്? 3 lakh rupees. 9% preference shares എത്രയാണ്? 1,50,000. റിസർവ് ഫണ്ട് 50,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000. ഷെയർ പ്രീമിയം 10,000. ഇത്ര എമൗണ്ട് പ്ലസ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രിലിമിനറി എക്സ്പെൻസസ് 2,000, ഡിസ്കൗണ്ട് ആൻഡ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് 1,000. സോ ടോട്ടൽ 3,000 നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ ഈ എമൗണ്ട് എല്ലാം പ്ലസ് ചെയ്തിട്ട് പ്രിലിമിനറി എക്സ്പെൻസസും ഡിസ്കൗണ്ട് ആൻഡ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. 2,000 1,000, ദാറ്റ് ഈസ് 3,000 ഡിഡക്റ്റ് ചെയ്യണം. സോ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5,27,000 നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടുന്നുണ്ട്. സോ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5,27,000. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് നമ്മുടെ ഫോർമുല എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊപ്രൈറ്ററി റേഷ്യോ അല്ലെങ്കിൽ ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുല ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത് ടോട്ടൽ അസറ്റ്സ് ആണ്. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ ടോട്ടൽ അസറ്റ് ഈ ടോട്ടൽ സൈഡ് എടുക്കാൻ പാടില്ല. ഇതിൽ നിന്ന് 2-3 ഐറ്റംസ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനുണ്ട്. എന്തെല്ലാമാണ് ഡിഡക്റ്റ് ചെയ്യാനുള്ളത്? ദാറ്റ് ഈസ് പ്രിലിമിനറി എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യണം? കൂട്ടാൻ പാടില്ല, അത് നമ്മുടെ അസറ്റ് അല്ല. അതേപോലെ ഡിസ്കൗണ്ട് ആൻഡ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അതും എടുക്കാൻ പാടില്ല. അതേപോലെ ഇവിടെ ഡിപ്രീസിയേഷൻ ഫണ്ട് ഉണ്ട്. ആക്ച്വലി ഈ ഡിപ്രീസിയേഷൻ ഫണ്ട് ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഡിഡക്റ്റ് ചെയ്യാതെയാണ് ഇവിടെ ടോട്ടൽ അസറ്റാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഡിപ്രീസിയേഷൻ ലയബിലിറ്റി സൈഡിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഈ എമൗണ്ട് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ അസറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ടോട്ടൽ അസറ്റ്സ് ഈക്വൽ ടു എന്താണ്? അസറ്റ് എന്ന് ടോട്ടൽ അസറ്റ്സ് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, ഡിപ്രീസിയേഷൻ ഫണ്ട്, ഇത് മൂന്നും നമുക്ക് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ടോട്ടൽ അസറ്റിൻ്റെ എമൗണ്ട് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത് നോക്കൂ, 9,40,000. സോ ഫ്രം 9,40,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ആണ് 50,000, 2,000, 3,000. സോ 53,000 നമുക്ക് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. സോ 9,40,000 മൈനസ് പ്രിലിമിനറി എക്സ്പെൻസസ് 2,000, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ 1,000 ആൻഡ് ഡിപ്രീസിയേഷൻ ഫണ്ട് 50,000. ഇത് ഡിഡക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് വന്ന ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 8,87,000. ഓക്കെ, 8,87,000 ആണ് നമുക്ക് ടോട്ടൽ അസറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രൊപ്രൈറ്ററി റേഷ്യോയുടെ ഫോർമുല എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു. 5,27,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് എത്രയാണ്? 8,87,000. സോ നമുക്ക് റേഷ്യോ എത്രയാണ് വന്നത്? 0.59:1 അല്ലെങ്കിൽ 0.59 ടൈംസ്. ഓക്കെ, 0.59 ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? പ്രൊപ്രൈറ്ററി റേഷ്യോ കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത് അടുത്ത റേഷ്യോ എന്താണ്? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഇനി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുല എന്താണ്? ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലേ? ഔട്ട്സൈഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ടോട്ടൽ ഡെറ്റ് അല്ലേ? ഡെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോങ് ടേം ലയബിലിറ്റിയും ഷോർട്ട് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്സൈഡേഴ്സ് ഫണ്ടിൽ എന്തെല്ലാം വരും? ദാറ്റ് ഈസ് ഔട്ട്സൈഡേഴ്സ് ഫണ്ടിൽ ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് ലോങ് ടേം ഡെറ്റ് ആസ് വെൽ ആസ് ഷോർട്ട് ടേം ഡെറ്റും രണ്ടും കൂടെ വരുന്നതാണ് എന്ത്? ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഔട്ട്സൈഡേഴ്സ് ഫണ്ടിൽ എന്തെല്ലാം വരും? ദാറ്റ് ഈസ് 8% ഡിബെഞ്ചേഴ്സ് ഔട്ട്സൈഡേഴ്സ് ഫണ്ടാണ്, 6% മോർഗേജ് ലോൺ ഔട്ട്സൈഡേഴ്സ് ആണ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഇത് രണ്ടും ലോങ് ടേം ആണ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഷോർട്ട് ടേം ആണ്, ലയബിലിറ്റി ആണ്. ദെൻ അതേപോലെ ഇൻകം ടാക്സ് പ്രൊവിഷൻസ്. ഓക്കെ, അപ്പോൾ ഈ 4 ഐറ്റംസ് ചേരുന്നതാണ് നമ്മളുടെ എന്ത് വരുന്നത്? ഔട്ട്സൈഡേഴ്സ് ഫണ്ട്. നോക്കൂ, 8% ഡിബെഞ്ചേഴ്സ്, മോർഗേജ് ലോൺ,
സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് ലോങ് ടേം ഇൻകം ടാക്സ് പ്രൊവിഷൻസ്. സോ ഈ 4 ഐറ്റംസ് കൂട്ടുമ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 3,60,000. ഇവിടെ നോക്കൂ, 8% debentures 2 lakh rupees, 6% mortgage loan 60,000, then creditors 80,000, income tax provision 20,000. സോ ഈ 4 ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഐറ്റം എമൗണ്ട് ആണ് എത്ര? 3,60,000. ഓക്കെ, സോറി. സോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 3,60,000. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇക്വിറ്റി റേഷ്യോയിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ്? 5,27,000. സോ സെയിം 5,27,000 ഇവിടെ എടുത്തു. അപ്പോൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ചെയ്യുമ്പോൾ 3,60,000 ഡിവൈഡഡ് ബൈ 5,27,000 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 0.68. ഓക്കെ, ഇനി തേർഡ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫണ്ടഡ് ഡെറ്റ് ടു ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ ഫണ്ടഡ് ഡെറ്റ് ടു ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ ആണ് നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഫണ്ടഡ് ഡെറ്റ് ടു ക്യാപിറ്റലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല എന്താണ്? ഫണ്ടഡ് ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ഇനി ഫണ്ടഡ് ഡെറ്റിനെ നമ്മൾ എന്ത് പറയും? ലോങ് ടേം ഡെറ്റ് എന്നാണ് പറയുന്നത്. ഫണ്ടഡ് ഡെറ്റ് മീനിങ് എന്താണ്? ലോങ് ടേം ഡെറ്റ്. ഓക്കെ, ഷോർട്ട് ടേം എടുക്കാൻ പാടില്ല. ഡെറ്റിൽ ലയബിലിറ്റീസിൽ ലോങ് ടേം ലയബിലിറ്റീസ് മാത്രമാണ് എടുക്കേണ്ടത്. ഇനി ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ലോങ് ടേം ലയബിലിറ്റീസ്. ഓക്കെ, ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ ഇസ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ലോങ് ടേം ലയബിലിറ്റി, ലോങ് ടേം ഡെറ്റ്. ഓക്കെ, ഇതാണ് ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഫണ്ടഡ് ഡെറ്റ് നോക്കാം. ഫണ്ടഡ് ഡെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോങ് ടേം ഡെറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻലി ഡെറ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ ഡെറ്റ് പറയുന്നത് ഈ 4 ഐറ്റമാണ്. 8% ഡിബഞ്ചർ, 6% മോർഗേജ് ലോൺ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ഇൻകം ടാക്സ് പ്രൊവിഷൻ. ഇതിൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻകം ടാക്സ് പ്രൊവിഷൻ പറഞ്ഞാൽ ഇത് രണ്ടും ഷോർട്ട് ടേം ആണ്. അപ്പോൾ ഇതിൽ ലോങ് ടേം എന്ന് പറയുന്നത് ഏതാണ്? ഈ 2 ഐറ്റമാണ്. 8% ഡിബഞ്ചേഴ്സും 6% മോർഗേജ് ലോണാണ് ലോങ് ടേം ഡെറ്റ് എന്ന് പറയുന്നത്, ലോങ് ടേം ലയബിലിറ്റി. അപ്പോൾ ഈ 8% ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ്? 2 lakhും 6% മോർഗേജ് ലോൺ 60,000. സോ ഇത് രണ്ടും കൂട്ടുമ്പോൾ നോക്കുക, ലോങ് ടേം ഡെറ്റ് എന്തൊക്കെയാണ്? 8% ഡിബഞ്ചേഴ്സും 6% മോർഗേജ് ലോൺ. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 2,60,000. 2 lakh plus 60,000, സോ 2,60,000. ദെൻ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ നമുക്കറിയാം എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ലോങ് ടേം ഡെറ്റ് ആണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ്? 5,27,000 പ്ലസ് ലോങ് ടേം ഡെറ്റ്. ലോങ് ടേം ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫണ്ടഡ് ഡെറ്റിനെയാണ്. ദാറ്റ് ഈസ് ഡിബഞ്ചേഴ്സും മോർഗേജ് ലോണും കൂടെ ചേരുമ്പോഴാണ് ലോങ് ടേം ഡെറ്റ് അല്ലേ? അപ്പോൾ ഈ ലോങ് ടേം ഡെറ്റ് നമ്മളിവിടെ, അല്ലെങ്കിൽ ഫണ്ടഡ് ഡെറ്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 2,60,000. സോ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 5,27,000 പ്ലസ് 2,60,000. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 7,87,000. സോ ഇനി ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫണ്ടഡ് ഡെറ്റ് ടു ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടഡ് ഡെറ്റ് അല്ലെങ്കിൽ ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ. ഫണ്ടഡ് ഡെറ്റ് എത്രയാണ്? അല്ലെങ്കിൽ ലോങ് ടേം ഡെറ്റ് എത്രയാണ്? 2,60,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഷെയർ ഹോൾഡേഴ്സ് ദാറ്റ് ഈസ് 7,87,000. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 0.33. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോർത്ത് വൺ, ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോയുടെ ഫോർമുല എന്താണ്? നെറ്റ് ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. നെറ്റ് വർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നാണ്.
അപ്പം നെറ്റ് വർത്ത് നമുക്ക് ഓൾറെഡി അറിയാം. നെറ്റ് വർത്തിൻ്റെ മീനിങ് എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇനി നെറ്റ് ഫിക്സഡ് അസറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എന്ത് നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നെറ്റ് ഫിക്സഡ് അസറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് ഫിക്സഡ് അസറ്റ് എടുക്കേണ്ടത്. ഗുഡ് വിൽ ഇസ് എ ഫിക്സഡ് അസറ്റ് ആണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ് ആണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്, എക്യുപ്മെൻറ്റ്സ് ഫിക്സഡ് അസറ്റ് ആണ്, ഫർണിച്ചേഴ്സ് ആൻഡ് ഫിറ്റിങ്സ് ഫിക്സഡ് അസറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ 5 ഐറ്റംസ് ആണ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ ഈ 5 ഐറ്റം ടോട്ടൽ ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് ഫിക്സഡ് അസറ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 90,000 ഗുഡ് വിൽ 90,000 പ്ലസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1 lakh, പ്ലാന്റ് ആൻഡ് മെഷീനറി 2,50,000, എക്യുപ്മെൻറ്റ് 60,000, ദെൻ ഫർണിച്ചേഴ്സ് ആൻഡ് ഫിറ്റിങ്സ് 80,000. സോ ഇതെല്ലാം കൂട്ടിയിട്ട് ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. ഡിപ്രീസിയേഷൻ ഫണ്ട് 50,000 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് നെറ്റ് ഫിക്സഡ് അസറ്റ് എത്രയാണ്? 5,30,000. ഓക്കെ. ഇനി നെറ്റ് വർത്ത് ഓൾറെഡി വി നോ ദാറ്റ് നെറ്റ് വർത്ത് എത്രയാണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെ. നെറ്റ് വർത്തിൻ്റെ വേറൊരു പേരാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ദാറ്റ് ഈസ് 5,27,000. Now we will substitute the formula substitute ചെയ്യാണ്. നമ്മളുടെ ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോയുടെ ഫോർമുല എന്താണ്? നെറ്റ് ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. സോ നെറ്റ് ഫിക്സഡ് അസറ്റ് എത്രയാണ്? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 5,30,000. സോ 5,30,000 ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. നെറ്റ് വർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ്? 5,27,000. So divided by 5,27,000. So what is the amount എത്ര നമുക്ക് കിട്ടുന്നത്? റേഷ്യോ എത്ര കിട്ടുന്നത്? 1.01. സോ ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോയുടെ എമൗണ്ട് എത്രയാണ്? 1.01 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത് സോൾവൻസി റേഷ്യോ. ഓക്കെ. അപ്പോൾ സോൾവൻസി റേഷ്യോയുടെ ഫോർമുല നമുക്കറിയാം. എന്താ സോൾവൻസി റേഷ്യോയുടെ ഫോർമുല? ടോട്ടൽ ലയബിലിറ്റീസ് ടു ഔട്ട്സൈഡേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഓക്കെ. ദാറ്റ് ഈസ് ടോട്ടൽ ലയബിലിറ്റി, ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ആണ് എന്ത്? സോൾവൻസി റേഷ്യോ. അപ്പോൾ ടോട്ടൽ ഡെറ്റ് നമുക്കറിയാം. ടോട്ടൽ ഡെറ്റ് നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഫണ്ട്, ടോട്ടൽ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ടോട്ടൽ ഡെറ്റ് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് അല്ലേ. അപ്പോൾ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് നമ്മളിവിടെ ഓൾറെഡി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഇവിടെ എത്രയാണ്? 3,60,000 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ടോട്ടൽ ഡെറ്റ് കിട്ടിയിട്ടുണ്ട് 3,60,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഇവിടെ ടോട്ടൽ അസറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി റേഷ്യോയ്ക്ക് വേണ്ടി ടോട്ടൽ അസറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 8,87,000. ഓക്കെ. സോ ഈ 2 എമൗണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഫോർമുലയിലേക്ക് കൊണ്ടുവരികയാണ്. ഔട്ട്സൈഡേഴ്സ് ഫണ്ട് 3,60,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് 8,87,000. So then what is the ratio you are getting? 0.41. Okay, solvency ratio എത്രയാണ്? 0.41. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ എന്താണെന്ന് നോക്കൂ. നെക്സ്റ്റ് വൺ കറണ്ട് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ. സോ നെക്സ്റ്റ് റേഷ്യോ കറണ്ട് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ. അതിൻ്റെ ഫോർമുല എന്താണ്? കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ കറണ്ട് അസറ്റ് എന്തൊക്കെയാണ് നമുക്കറിയാം. അസറ്റ് സൈഡിൽ എടുക്കുന്ന സമയത്ത് കറണ്ട് അസറ്റ് പറയുന്നത് സൺഡ്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ക്യാഷ് ബാലൻസ് ആൻഡ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. പ്രിലിമിനറി എക്സ്പെൻസസും ഡിസ്കൗണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല. ഇറ്റ് ഇസ് നോട്ട് ആൻ കറണ്ട് അസറ്റും അല്ല, ഫിക്സഡ് അസറ്റും അല്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ കറണ്ട് അസറ്റ്. ഏതൊക്കെയാണ്? സൺഡ്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾസ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ക്യാഷ് ബാലൻസ് ആൻഡ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. അപ്പോൾ ഈ എമൗണ്ട് എല്ലാം എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് ചെയ്യുകയാണ്. അപ്പോൾ പ്ലസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഐറ്റംസ് ആണ്? സൺഡ്രി ഡെറ്റേഴ്സ് 90,000, ബിൽസ് റിസീവബിൾ 1 lakh, സ്റ്റോക്ക് ഇൻ ഹാൻഡ് 1,20,000, ക്യാഷ് ബാലൻസ് 45,000 ആൻഡ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് 1,500. സോ ഇത്രയും എമൗണ്ട് പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 3,57,000. ഓക്കെ. സോ കറണ്ട് അസറ്റ്സ് ഈക്വൽ ടു 3,57,000. ഇനി നെക്സ്റ്റ് ഐറ്റം പറയുന്നത് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെയാണ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ ഇക്വിറ്റി റേഷ്യോയിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ്? 5,27,000. സോ സെയിം എമൗണ്ട് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇനി ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കറണ്ട് അസറ്റ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോയിൽ കറണ്ട് അസറ്റ് നമുക്കറിയാം 3,57,000 ഇപ്പോൾ കണ്ടുപിടിച്ചു. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് 5,27,000. സോ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടിയത്? 0.68. ഓക്കെ. ഇനി ലാസ്റ്റ് റേഷ്യോ നമുക്ക് പറയുന്നത് എന്താണ്? ലാസ്റ്റ് റേഷ്യോ പറയുന്നത് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഇനി ഫിക്സഡ് അസറ്റ് റേഷ്യോയുടെ ഫോർമുല എന്താണ്? ഫിക്സഡ് അസറ്റ് നെറ്റ് ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ്. ഓക്കെ, ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നെറ്റ് ഫിക്സഡ് അസറ്റ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോയിൽ നെറ്റ് ഫിക്സഡ് അസറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 5,30,000. സോ സെയിം 5,30,000 നമ്മളിവിടെ എഴുതി. ഇനി നെക്സ്റ്റ് വൺ ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോങ് ടേം ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ ഓൾറെഡി ലോങ് ടേം ഫണ്ട്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ ാണ് ലോങ് ടേം ഫണ്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലോങ് ടേം ഫണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ലോങ് ടേം ഡെറ്റിനെയാണ് ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ലോങ് ടേം ഫണ്ട്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് 7,87,000. ഓക്കെ, ഇനി ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നെറ്റ് ഫിക്സഡ് അസറ്റ് നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 5,30,000. ഇവിടെ നിന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 5,30,000. ദെൻ ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ്, ഇവിടെയും ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 7,87,000. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 5,30,000 ഡിവൈഡഡ് ബൈ 7,87,000 ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? 0.67. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ പ്രോബ്ലം കഴിഞ്ഞു. ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ചു? ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിച്ചു. ഇക്വിറ്റി റേഷ്യോ എത്രയാണ്? 0.59. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.68. ദെൻ ഫണ്ടഡ് ഡെറ്റ് ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ 0.33. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ 1.01. then solvency ratio 0.41. Current asset to proprietary ratio 0.68. Finally, fixed asset ratio 0.67. Is it clear?